മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ വൈകിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എന്തുകൊണ്ടാണ് കാലതാമസം ഉണ്ടായതെന്ന് മനസ്സിലാകുന്നില്ല. കേരളം ആവശ്യപ്പെട്ട അടിയന്തര സഹായം നൽകിയില്ല. 1202 കോടി വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് കേന്ദ്രം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിനോട് 3 ആവശ്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ചോദിച്ചിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലൊന്നാണ് മേപ്പാടിയിലെ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം. ദുരന്ത നിവാരണ ഘട്ടത്തിൽ 1202 കോടി രൂപയുടെ അടിയന്തിരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി 219 കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അഡീഷണൽ അസിസ്റ്റൻസ് ആയി നമുക്ക് ലഭ്യമാകണമെന്ന ആവശ്യവും ഇതുവരെ ഒരു അക്ഷരവും മുണ്ടിയിട്ടില്ല. എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫ്ലക്സി ഫണ്ടുകളുണ്ട്. അതായത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ 25% ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുകയും കേന്ദ്ര ഗവൺമെന്റിനോട് അക്കാര്യം പറയുകയും ചെയ്യും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട്. വിനയ, 3 കാര്യങ്ങളായിരുന്നു കേരളം പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക, ധനസഹായം പ്രഖ്യാപിക്കുക, കടങ്ങൾ എഴുതിത്തള്ളുക. ഇതിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വൈകിയെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. ധനസഹായത്തിന് ഇതുവരെ ഒരു മറുപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ജൂലൈ 30-നാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഏകദേശം 5 മാസം കഴിഞ്ഞു. 154 ദിവസത്തിന് ശേഷമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളം നിരന്തരം ആവശ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു, കാര്യമായിരുന്നു ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത്. നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഏകദേശം 154 ദിവസങ്ങൾക്ക് ശേഷമാണിപ്പോൾ കേന്ദ്രം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തെ ദേശീയ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം ഉണ്ടായതെന്നാണ് പ്രധാനമായും റവന്യൂ മന്ത്രി കെ രാജൻ അടക്കം ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ ദുരന്തമുണ്ടായതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ 3 ആവശ്യങ്ങളായിരുന്നു കേന്ദ്ര വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ആദ്യം അടക്കം എഴുതി തള്ളാനും മൂന്നാമത്തേതുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ മൂന്നാമത്തേതും പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതിൽ ആദ്യത്തേത് മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടുള്ളത്. അതായത് ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. മറ്റു 2 വിഷയങ്ങളിലും, അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെട്ട മറ്റു 2 വിഷയങ്ങളിലും ഇതുവരെയും ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി അടക്കം തന്നെ വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ ഈ കേന്ദ്രം ഈ തീരുമാനം ഏകദേശം 5 മാസത്തോളം ഈ കാലതാമസം വന്നു എന്നടക്കം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. 2 മാസം മുൻപ് അടക്കം കിട്ടിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ 2 മാസം മുൻപ് കേന്ദ്രത്തിന്റെ നിലപാടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണം ചെയ്തേനെ എന്നടക്കം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കൂടാതെ തന്നെ 153 അല്ലെങ്കിൽ 153 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിലപാട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നിലപാടുണ്ടായത് എന്നടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പിന്നീട് ഇന്റർ മിനിസ്റ്റീരിയൽ സെന്റർ ആദ്യഘട്ടത്തിൽ വയനാട്ടിലേത് തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ വൈകി. കേരളം മുന്നോട്ട് വെച്ച 3-ൽ അംഗീകരിച്ചത് ഒരാവശ്യം മാത്രമാണെന്ന കാര്യമാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്.